നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ തലപ്പാക്കട്ടി ബിരിയാണിക്ക് അതിൻ്റെ മസാലപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്, ഒരു 5-6 കഷ്ണം പട്ട, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 5-6 അണ്ടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ബേ ലീഫ്, പിന്നെ ഒരു തക്കോലം, ഒരു ജാതിപത്രി, 4 ഏലക്കായ്, ഒരു 10 ഗ്രാമ്പു. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മസാലപ്പൊടിക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണിക്കുള്ള മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സാധാരണ ബിരിയാണിക്കൊക്കെ വേണ്ട അത്ര സാധനങ്ങളൊന്നും നമുക്ക് തലപ്പാക്കട്ടി ബിരിയാണിക്ക് മസാലയ്ക്ക് വേണ്ട. ഈ കാണുന്ന സാധനം മതി മസാല റെഡിയാവാൻ. അപ്പോൾ അതിലേക്ക് വേണ്ടിയത് ഒരു 200 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, പിന്നെ നമ്മുടെ കുറച്ച് മിൻറ്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും മല്ലിയിലയും പുതിനയിലയും. ഇത്രയും സാധനങ്ങൾ നമ്മളൊരു ജാറിലിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. തലപ്പാക്കട്ടി ബിരിയാണിക്കുള്ള സാധനമൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം അതിന് ദിണ്ടുകൽ തലപ്പാക്കട്ടി ബിരിയാണി എന്നാണ് പറയാമെന്നാണ് സിംക പറയണേ. ഞാൻ അത് കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല. സിംകാണ് കഴിച്ചതും കണ്ടതും ഒക്കെ ടേസ്റ്റ് ചെയ്തതൊക്കെ. അപ്പോൾ സിംക പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് ഇപ്പം ഒന്ന്. അപ്പോൾ നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി അങ്ങനെ തന്നെയാണ് ഇത് പറയലല്ലേ. തമിഴ്നാട് സ്റ്റൈൽ തലപ്പാക്കട്ടി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തടിയനും തടിച്ചിക്കും. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ഞാനൊരു 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കനും 1/2 കിലോ റൈസും ആണ്. ഇത് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാലപ്പൊടിയും നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള മസാലയാണിത്. 1 കപ്പ് തൈരും, പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഓയിൽ, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, കുറച്ച് നെയ്യ്, ഇത് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് അണ്ടിപ്പരിപ്പും. ഒരു ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്. പാന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലിലേക്ക് തന്നെ നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മസാലപ്പൊടി ഇതിലേക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫുള്ള് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1-1.5 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തൈര് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റൈസിലേക്കും ചിക്കനിലേക്കും ഒക്കെ ഉള്ള ഉപ്പ് ഇതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പ് കൈകൊണ്ടാണ് എനിക്കൊരു കണക്ക് കിട്ടാറ്, അതുകൊണ്ടാണ്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എടുത്ത് വെച്ചിട്ടുള്ള അരിയുടെ ഇരട്ടി വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്ത അരിയുടെ ഇരട്ടി വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഈ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. ഒരു ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആകുന്നവരെ. ചിക്കൻ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബാക്കി വെള്ളമൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ മൂടി വെക്കുക. ഒന്ന് വെള്ളം കുറച്ചൊന്ന് വറ്റുന്നവരെ. ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് വെയിറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടി ഇത് മൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് മൂടി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈ മുറിക്കണ്ട കേട്ടോ. അതിശയിപ്പിക്കുകയല്ല, ഒരു ബിരിയാണി ഫുള്ള് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് സിംകാക്കിനെ കൊണ്ട് തൈര് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഉള്ളിയൊക്കെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് നൈസായിട്ട് കട്ട് ചെയ്യാനൊക്കെ അറിയാലോ. എന്നാൽ ഇനി അടുത്ത മുതൽ നിങ്ങളാണ് എൻ്റെ കട്ടർ. ജാഗ്രത മാത്രം. അത് ഭീതി വേണ്ട, ജാഗ്രത വേണോ? അത് ഇതിന് ഞാൻ ആവേശം വേണ്ട, ജാഗ്രത വേണമെന്ന് പറഞ്ഞത്. ആ കൈ മുറിയാണ്ടിരിക്കാൻ വേണ്ടി ജാഗ്രത. ബേക്കോട്ട് മറിഞ്ഞു പോകൂട്ടോ. നീ കാത്തു അപ്പു വേണോ? ആ ഇനി പറയുന്നു വേണ്ട. ഇനി മുതൽ ഉള്ളി അരിയാനോ കാള കിട്ടിക്കണെങ്കിൽ മുളക് കൊണ്ടാട്ടം. നല്ലോണം ഇളക്കിയോടി. ഉള്ളിലേക്കൊക്കെ നല്ലതായിട്ട് കണ്ട്. നമ്മളെ തലപ്പാക്കട്ടി ബിരിയാണി സെറ്റായി. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം ഒരു പ്ലേറ്റിലേക്ക്. ഇപ്പോൾ ബിരിയാണീൻ്റെ കളറൊക്കെ കണ്ടില്ല, നമ്മളെ സാധാ ബിരിയാണീൻ്റെ കളറൊന്നുമല്ല, നല്ല അടിപൊളി കളറൊക്കെയാണ്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്തായിരിക്കണമെന്ന്. 2 കോഴിമുട്ടൊക്കെ ഞാൻ പുഴുങ്ങീൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ചിക്കൻ ബിരിയാണിക്ക് കോഴിമുട്ട എന്തായാലും പ്രധാനമാണ്. അപ്പോൾ ആ സ്റ്റൈലൊന്നും വിട്ടേണ്ട വിചാരിച്ച് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഒക്കെ അടിപൊളി. അതിനുള്ള തൈരും സിൻകാക്ക റെഡിയാക്കിയിട്ടുണ്ട്. തൈരും കൂട്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. തമിഴ്നാട്ടിലത്തെ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ തലപ്പാക്കട്ടി ബിരിയാണി ഞാൻ കഴിച്ചില്ല. അപ്പോൾ അവിടുത്തെ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. കറക്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്കിതൊന്ന് സിൻകാക്ക കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കൊയമുണ്ടാണ്ടേ കടിക്കി. ചിക്കൻ ആണോ? വേണ്ട. ദുഷ്ട. എന്തൊന്നുണ്ട്? ആ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ? ആ ടേസ്റ്റ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തലപ്പാക്കട്ടി ബിരിയാണിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയൂല, പക്ഷെ സിംകാ പറയുന്ന ആ ടേസ്റ്റ് ഉണ്ട് എന്നാണ്. അപ്പൊ നിങ്ങൾ വൈൻഡപ്പ് പറഞ്ഞോളി, ഞാനിത് തിന്നിട്ട്. സംഗതി സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല. വൈൻഡപ്പ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കമന്റിലൂടെ അല്ലേ. സംഭവം നല്ലൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിരിയാണിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാ നമ്മൾ അരിഞ്ഞിരിക്കുന്ന തക്കാളി ഉള്ളി ഒന്നും അരിഞ്ഞിരിക്കുന്നത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ തൈരൂടി കൂട്ടിയിട്ട് കഴിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയില്ല, അടിപൊളി ബിരിയാണി. അപ്പോൾ സൈനിങ് ഓഫ്. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാം. നിങ്ങൾ ക്യാമറ കയറിയാൽ പിന്നെ എനിക്ക് വർത്താനം പറയാനാവില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കാം. അപ്പോൾ സൈനിങ് ഓഫ്. തടിയനും തടിച്ചിരിക്കും.